ഈ മനോഹരമായ ദിവസത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്ന് നമുക്ക് ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഓർത്താൽ ഞാനും ദൈവമുമ്പാകെ നന്ദിയുള്ളവനായിട്ടായിരിക്കുന്നു. Before the presence of the Lord, I am thankful that we who are at different places, we have all been able to come together like this before the presence of God. ദൈവവചനം വളരെ ശക്തമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. We have been listening very mightily to the word of God in the last days. നമ്മൾ നമ്മുടെ ചിന്താവിഷയമായിട്ട് എടുത്തിട്ടുള്ള വാക്യം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യമാണല്ലോ. For our theme, we have been looking at Ephesians chapter 3 verses 19. അവിടെ നമ്മൾ കാണുന്നത് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും. The verse is exhorting us to know the love of Christ which surpasses knowledge. ഒരു തരത്തിലൊരു വൈരുദ്ധ്യം പോലെയാണ് ഈ വാക്യം വായിച്ചാൽ നമുക്ക് തോന്നുക. In one sense, you can find that it is contradicting. അതായത് പരിജ്ഞാനം, അറിവ്, അത് നമുക്ക് ദൈവസ്നേഹത്തെക്കുറിച്ചുള്ളത് എത്തിപ്പിടിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ അറിയണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യമുള്ള പോലെ തോന്നും. On one side, we tell that with our knowledge, with our mental capability, we cannot understand God. But then in the verse is exhorting us, we are being encouraged to know the Lord, know the love of Christ. It looks very contradicting. അതായത് ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് പരിജ്ഞാനത്തെ കവിയുന്നതാണ്. The love of Christ is a love that goes beyond our knowledge. അങ്ങനെയാണെങ്കിൽ പരിജ്ഞാനത്തെ കവിയുന്നതാണെങ്കിൽ അതെങ്ങനെയാണ് അറിയുന്നത്? So if it is something that is beyond our knowledge, then how can we understand it? How can we know it? എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് കണ്ടോ, ഈ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ അറിവിനെ അതീതമാണ്, അത് പരിജ്ഞാനത്തെ കവിയുന്നതാണ് എന്നൊരു വശത്ത് പറയുന്നു. On one side, Paul is telling that this love of Christ is beyond our understanding. എന്നാൽ അതിനോട് ചേർന്ന് തന്നെ പറയുന്നു, അങ്ങനെയുള്ള ആ സ്നേഹത്തെ അറിയണം, അറിയുവാൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് ചിലപ്പോൾ നമുക്ക് സാധാരണ യുക്തി അനുസരിച്ച് ഒരു വൈരുദ്ധ്യമുള്ളതുപോലെ തോന്നുക. But in the same place, he is also exhorting that we must know the knowledge of the Lord, know the love of the Lord. So we can, by a normal person can think that these are two contradicting things. അറിയാനൊക്കാത്തതിനെ അറിയുന്നത് എങ്ങനെ? അറിയാൻ കഴിയാത്ത ഒരു കാര്യത്തെ എങ്ങനെ അറിയും? How is it possible that we try to understand something that which cannot be understood by our human mind? Is it possible? നമുക്കറിയാമല്ലോ, ദൈവം എന്ന് പറയുന്നത് സത്യത്തിൽ സ്നേഹമാണ്. We know that God is love. ദൈവം സ്നേഹമാണ്. നമ്മുടെയൊക്കെ വീടുകളിൻ്റെ വാതിലിൽ നമ്മളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു വാക്യമാണ്, ദൈവം സ്നേഹമാണ്. Yeah, it's a common verse that we put on our walls, that God is love. അങ്ങനെയാണെങ്കിൽ ഈ ദൈവസ്നേഹത്തെ അറിയുക എന്ന് പറയുമ്പോൾ ദൈവത്തെ തന്നെ അറിയുന്നതാണ്. So when you tell God is love, knowing God's love is equivalent to knowing God himself. വലിയവനായ ദൈവത്തെ മനുഷ്യരായ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? How can a human being, mankind like us, understand a God who is so great? എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ സ്വാഭാവിക യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും മനസ്സിലാക്കാനൊക്കാത്ത ദൈവത്തെ നമ്മുടേതായ അളവിൽ രുചിച്ചറിയുന്നതല്ലേ ആ ക്രിസ്തീയ ജീവിതം. But when it comes to our faith life, when it comes to our Christian life, with knowing the Lord in our Christian journey, is not that the true Christian life? ദൈവത്തെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുകയില്ല. We cannot comprehend or understand completely God with our capabilities.
എന്നാൽ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ ദൈവത്തെ സംബന്ധിച്ച് അറിയുകയും അനുഭവമാക്കുകയും ചെയ്ത് നമുക്ക് ഈ കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത ഇതിനെ നമ്മുടേതായ ഒരു തലത്തിലേക്ക് എത്തിപ്പിടിക്കാൻ കഴിയും. അതാണ് ക്രിസ്തീയ ജീവിതം. But with our faith, we are able to reach out to that knowledge of God which we cannot touch with our normal capacity, with our faith life. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുക എന്ന് പറയുമ്പോൾ ദൈവത്തെ തന്നെ അറിയുന്നതാണ്. കാരണം ദൈവം സ്നേഹമാണ്. So knowing the love of God is as equal as knowing God himself, because God is love. പൗലോസ് ഈ കാര്യം പറഞ്ഞു വരുമ്പോൾ താൻ അതിൻ്റെ തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്യം നോക്കുക. അത് താൻ വിശദീകരിക്കാൻ നോക്കുമ്പോൾ തനിക്ക് അറിയാവുന്ന എല്ലാ പദങ്ങളും എടുത്ത് ഉപയോഗിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. When we see the verse that Paul is using just above verse 19, Paul is using all the vocabularies that he has to explain this. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഈ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും എന്ന് പറഞ്ഞിട്ടാണ് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും എന്ന് പറയുന്നത്. Paul is telling in verse 18, may be able to comprehend with all the saints what is the breadth and length and height and depth. Having said it in this manner, he is telling in verse 19 to know the love of God which is beyond comprehension. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് കാര്യങ്ങളെ കാണുന്ന എല്ലാ ഡയമെൻഷൻസും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. Dear ones, all the dimensions that human being can think of is being referred in verse 18. അതിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എല്ലാം ഇവിടെ പറയുന്നു. All dimensions that is known to mankind is mentioned: the breadth, the length, the height and the depth. നമ്മൾ സത്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉയരം, ആഴം, നീളം, വീതി എല്ലാത്തെയും കുറിച്ച് നമ്മൾ കുറച്ചെങ്കിലും മനസ്സിലാക്കിയാലേ നമുക്ക് ഈ കാര്യങ്ങളുടെ അല്പമെങ്കിലും മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ള നിലയിലാണ് പൗലോസ് ഇവിടെ വിവരിക്കുന്നത്. Paul is describing through this verse that when you are trying to comprehend or understand the love of Jesus, we have to understand a little bit of all the dimensions, the breadth, the length, the height and the depth. In all sense, only if you know it can you know the love of God. എഫേസ്യ ലേഖനത്തിൽ ഇതിന് മുമ്പുള്ള അധ്യായങ്ങളിലൊക്കെ പൗലോസ് ദൈവസ്നേഹത്തെ അതിൻ്റെ നീളത്തെക്കുറിച്ചും വീതിയെക്കുറിച്ചും ഉയരത്തെക്കുറിച്ചും ആഴത്തെക്കുറിച്ചും ഒക്കെ പരാമർശിച്ചു പോകുന്നുണ്ട്. In the previous chapters of Ephesians also, Paul is referring to the length and the breadth and the different dimensions of the love of Jesus Christ. നമുക്ക് ദൈവസ്നേഹത്തിൻ്റെ നീളത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. Let us look at some verses where he is referring to the length of the love of God. ദൈവസ്നേഹം അതെവിടെയാണ് തുടങ്ങിയത് നമ്മളെ സംബന്ധിച്ച്? Where did the love of God originate for us? നമ്മൾ പലപ്പോഴും ചില വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ആ ദിവസവും അവിടെ മുതലൊക്കെയാണ് നമ്മുടെ ക്രിസ്തീയതയും ദൈവസ്നേഹത്തെയും തിരിച്ചറിഞ്ഞതിനെക്കുറിച്ച് നമ്മൾ അവിടെ മുതലൊക്കെയാണ് ചിന്തിക്കാറുള്ളത്. We generally think and turn back to that instance where we became born again and when we were awakened to God. That is the point which we generally think as the place where the love of God began in our life. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചതിൻ്റെ തുടക്കം അതിൻ്റെ നീളത്തിൽ നമ്മൾ അങ്ങനെ അന്വേഷിച്ച് പുറകോട്ട് പോയാലോ? But if you will really go behind searching, where did the line start, finding out the real length? If so, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു,
അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. If we will read from Ephesians 1:4, it is written that He chose us in Him before the foundations of the world. ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് പറഞ്ഞാൽ അതേത് കാലമാണ്? If you will think of the time period before the foundation of the world, what time does it refer to? അന്ന് കാലമില്ല, അത് കഴിഞ്ഞ കാല നിത്യതയാണ്. There is no time frame for it. It is a time even beyond eternity. അത് കഴിഞ്ഞ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ലോകത്തിന് അടിത്തറയിട്ടു എന്നൊക്കെ പറയുമ്പോൾ അവിടെയാണ് സത്യത്തിലെ കാലം ആരംഭിക്കുന്നത്. When we come to Genesis 1:1, in the beginning God created the heavens and the earth. It is at that point, in terms of man, time begins. അപ്പോൾ അതിന് പുറകിലുള്ളത് അതെത്ര കാലമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊരു നിത്യകാലമാണ്. അതിനെയാണ് നമ്മൾ കഴിഞ്ഞകാല നിത്യതയെന്ന് പറയുന്നത്. The time beyond the period at which God created the heavens and the earth is the time which we refer to as beyond eternity. അത് കഴിഞ്ഞ് ലോകത്തിന് ഭൂമിയെ സൃഷ്ടിച്ചു. ഇന്നും നമ്മൾ കാലത്തിലൂടെ ടൈമിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. That beyond eternity, we don't know what length or how long it was, and mankind, from the time started, the world is moving on. It is passing through time. ഈ കാലത്തെ നമുക്കറിയാം, BC എന്നും AD എന്നും തിരിച്ചിട്ടുണ്ട്. ഈ AD തന്നെ ഇത്രയും വർഷങ്ങൾ കടന്നുപോയി. നമ്മൾ ഈ കാലഘട്ടത്തിലായിരിക്കുന്നു. We know with regard to time, it is generally divided as BC and AC, and in AD we know this many years of time has gone by. ഇതിന് ശേഷം കർത്താവിൻ്റെ വരവ്, ലോകാവസാനം, അതിനെ തുടർന്ന് വരാൻ പോകുന്ന നിത്യത. And we also refer to the time when Jesus is going to come back, and the time that lies beyond his coming, after his coming. അപ്പോൾ കണ്ടോ, നമ്മൾ ഇതിനെ ഒന്ന് അടുത്ത് പഠിക്കാൻ ശ്രമിച്ചാൽ കഴിഞ്ഞകാല നിത്യതയ്ക്കും വരാൻ പോകുന്ന നിത്യതയ്ക്കും ഇടയ്ക്കുള്ള സമയകാലമാണ് കാലം അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുന്നു. So when we tell history, we mean to a period that is lying between the time before the creation of the world, pre-eternity, and to the period that lies after the coming of Jesus. So the time frame that is between these 2 points of time is what we refer as history. ഈ ചരിത്രത്തിൽ തന്നെ 2024 നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നു. And in this phase of history, we are currently living in 2024. ദൈവം നമ്മെ സ്നേഹിച്ചത് ഈ ചരിത്രത്തിലല്ല, ഈ കാലഘട്ടത്തിലല്ല, മറിച്ച് നമ്മളിപ്പോൾ വായിച്ചത് എഫേസ്യർ 1:4 വായിച്ചത് ആദ്യകാല നിത്യതയിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ സ്നേഹിച്ചു എന്നാണ്. So when we read the verse 1, Ephesians 1:4, where it is written that He chose us even before the foundations of the world, we see that the love of God originated even beyond what we call as history, beyond time. നമ്മൾ പലപ്പോഴും അങ്ങനെ അത്രത്തോളം നമ്മുടെ ബുദ്ധിക്ക് ആ കാര്യങ്ങൾ സങ്കല്പിക്കാനൊക്കാത്തത് കൊണ്ട് ആ നിലയിൽ പലപ്പോഴും നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? സത്യത്തിൽ കഴിഞ്ഞകാല നിത്യതയിൽ ഈ ലോകത്തിന് അടിത്തറ ഇടുന്നതിന് മുൻപ് തന്നെ, മാനവരാശിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ, എത്രയോ നാളുകൾക്ക് മുമ്പേ വലിയവനായ ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മുടെ സ്നേഹത്തിൻ്റെ നീളം, അതിൻ്റെ തുടക്കം എത്ര പുറകിലാണ്. So have you ever pondered on these things,
that the love of God, that God has chosen me even before the foundations of the world, even before He created the human beings that are living in this world, how great is the length of the love of God that is shown to us. പക്ഷേ ഈ സ്നേഹത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ അവസാനം എവിടെയാണെന്ന് കണ്ടാലല്ലേ മൊത്തം നീളം നമുക്ക് മനസ്സിലാക്കാൻ ഒക്കൂ. We were now speaking about where the length began from, the starting point. So only if we understand where is the end point of this line can we really understand the whole love of God, the whole spectrum of God. ഇത് ഈ ദൈവസ്നേഹത്തിൻ്റെ അതിനെ ഒരു നേർരേഖയായിട്ട് നമ്മൾ ചിന്തിച്ചാൽ, അതിൻ്റെ നീളത്തെ നമ്മൾ പിന്തുടർന്നു പോയാൽ എവിടെയാണ് ഈ രേഖ അവസാനിക്കുന്നത്, ഇതിൻ്റെ നീളം എവിടെയാണ് തീരുന്നത്? If we will think about the love of God as a straight line, and if we will follow the length of that line, where is it mentioned that this length is ending at this point of time? Let us look into that. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ തന്നെ എഫേസ്യർ 1:10 വാക്യം കണ്ടോ? അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കായെന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ. In verse 10 it is mentioned that in the fullness of time, summing up of all things in Christ, things in heaven and things on the earth, it is in the fullness of time that length is coming to an end. ഈ കാലസമ്പൂർണത വരെ അതെന്നാണ്? So where is that end point when we tell fullness of time? Do we know the end of it? തീർച്ചയായിട്ടും ഈ കാലത്തിലല്ല, കാലത്തെ തുടർന്നുള്ള വരാൻ പോകുന്ന നിത്യതയിലും ഈ സ്നേഹം തുടരുമെന്നാണ് ഇത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. If we will try to understand verse 10, it is indicating that the love of God is not at all coming to an end in the time that we earlier called as history. Even into the period beyond that, the love of God continues. അതിൻ്റെ എഫേസ്യർ 2:6 വാക്യത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ വാത്സല്യം, സ്നേഹം, അതിൻ്റെ കൃപയുടെ അത്യന്തധനം അതിനെ വരും കാലങ്ങളിൽ കാണിക്കുക, മുന്നോട്ട് അത് എത്രയോ നീണ്ടുകിടക്കുന്നു എന്നുള്ള നിലയിൽ അവിടെയും പറഞ്ഞിരിക്കുന്നു. Even in chapter 2 verses 6 and 7 also we can see the farthest end of the love of God. It is telling of a time that He has seated us in the heavenly places so that the ages to come, so that He may show us the surpassing richness of His grace. So over there also we get an indication of the end of that love of God, which is much beyond. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നമുക്ക് എന്താ മനസ്സിലായി? Dear ones, from what all we have been thinking right now, what did we understand? പൗലോസ് നമ്മളോട് പറഞ്ഞ ഇതിൻ്റെ നീളവും വീതി ഉയരവും ആഴവും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ നമ്മളോട് പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ നീളത്തിൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ചത്. It is Paul who was exhorting us that we must understand the length and the breadth. So we were just trying to understand now the length of the love of God. നമ്മൾ അതിൻ്റെ നീളത്തെക്കുറിച്ച് പറഞ്ഞു പോയപ്പോൾ കഴിഞ്ഞകാല നിത്യതയിലേക്ക് അത് നീണ്ടുകിടക്കുന്നു, വരാൻ പോകുന്ന നിത്യതയിലേക്ക് അതിനും അപ്പുറത്തേക്ക് അത് നീണ്ടുകിടക്കുന്നു. നമുക്ക് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ നീളം എത്ര വലുതാണ്. So it is in the context of understanding the length of the love of God we went traveling even to the point of time beyond the beginning of the earth. We also went to the other end of the line, which is beyond the time when Jesus is coming back, and we are not able to understand how long or how long is the love of God in our life. ഈ ദൈവസ്നേഹത്തിൻ്റെ വീതിയെക്കുറിച്ചും പറഞ്ഞു പോകാനായിട്ട് പൗലോസ് ശ്രമിച്ചിട്ടുണ്ട് ഈ ലേഖനത്തിൽ. In the same letter of Ephesians, Paul is also trying to understand the breadth of
the love of God. അതിൻ്റെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. അവിടെ അങ്ങും ഇങ്ങുമുള്ള പല കാര്യങ്ങളെ ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിച്ച് അതിൻ്റെ വീതി, ദൈവസ്നേഹത്തിൻ്റെ വീതിയെക്കുറിച്ചൊന്ന് പറയാൻ പൗലോസ് ശ്രമിക്കുന്നതിനെക്കുറിച്ചാണ് നമുക്കതിൻ്റെ 2:11-18 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. If we will read chapter 2, Ephesians chapter 2 from verses 11 to 18, he is trying to bring two ends together and trying to explain how broad is the love of God. ആ കാര്യത്തെക്കുറിച്ച് പറയാൻ പോകുമ്പോൾ പൗലോസ് ഇതാ ലോകത്തിലുള്ള മനുഷ്യർ മുഴുവൻ ചിലർ ദൂരസ്ഥരും ചിലർ സമീപസ്ഥരുമായിരുന്നു. When Paul is trying to explain that breadth, he is telling some people are very close and some people are very far. നമ്മൾ ദൂരസ്ഥരായിരുന്നു ജാതികൾ. അതിൻ്റെ 11-ാം വാക്യം കണ്ടോ, മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു നമ്മൾ, ഈ സത്യങ്ങളിൽ നിന്ന്, ഈ സ്നേഹത്തിൽ നിന്ന് ദൂരെയുള്ളവരായിരുന്നു. In verse 11, he is referring to the Gentiles in the flesh who were called as uncircumcision, and they were very far away from the love of God. അതിൻ്റെ അകലത്തെക്കുറിച്ച് പറയുമ്പോൾ 12 പറയുന്നു, നമ്മൾ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, വാഗ്ദത്തത്തിൻ്റെ ദൈവം കന്യര്, പ്രത്യാശയില്ലാത്തവർ, ലോകത്തിൽ ദൈവമില്ലാത്തവർ, അങ്ങനെ അകലെ ഈ ദൈവസ്നേഹത്തിൽ നിന്ന് എത്രയോ കാലം അകലെയായിരുന്നു എന്ന് താനെ പറയുന്നു. Paul is trying to explain in verse 12 that these Gentiles who are far away from the approach of God, from the hand of God. It is told in different verses that you were excluded from the commonwealth of Israel, you were strangers to the covenant of promise, you were having no hope, and you were without God in the world. So different words he is using to tell how far you are from the love of God. അതിൻ്റെ 13-ാം വാക്യം പറയുന്നുണ്ടോ, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളെ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരാക്കി തീർത്തു, അകലെ നിന്ന് അടുത്തേക്ക് കൊണ്ടുവന്നു. In verse 13 he is telling people who were far away, God has brought too close to him. In verse 13, in Christ Jesus, you who were formerly far away have been brought near by the blood of Jesus Christ. പൗലോസ് ഈ ഭാഗത്ത് പറയുന്നത് ദൈവികമായ സത്യങ്ങളോട് അകലെ കിടന്ന ജാതികളെയും അതിനോട് താരതമ്യേന പരിചയപ്പെടാനിടയായ ഇസ്രായേൽ സമീപസ്ഥരായവരെ എല്ലാവരെയും ദൈവസ്നേഹം അവിടെ നിന്നും ഇവിടെ നിന്നും, ദൂരെ നിന്നും അടുത്ത് നിന്നും, അകലെ നിന്നും സമീപത്ത് നിന്നും എല്ലാം ഒന്നിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ വീതിയെ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന പോലെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. We can understand that Paul is trying to explain that you Gentiles who were very far away from the love of God, you have been brought close to God, and Israel people who were already close to God, Paul is trying through different verses to bring together all these people, and we can sense that Paul is also coming to a place of failure to explain how broad is the love of God. നമ്മളിങ്ങനെ പറഞ്ഞു പോയാൽ നമുക്ക് തീരുകയില്ല. ഇനിയും പക്ഷെ പൗലോസ് പറയുന്നു, നീളവും വീതിയും മാത്രമല്ല, അതിൻ്റെ ആഴവും ഉയരവും നമ്മൾ നോക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. So we can talk like this and there is limitation of time, but Paul is still exhorting and telling not only the breadth and the length, but we must understand the height and the depth of the love of God. നമ്മൾ അതിൻ്റെ ആഴം നോക്കിയാലോ, ആഴത്തെക്കുറിച്ചും എഫേസ്യർ 2-ാം അധ്യായത്തിൽ ആദ്യത്തെ വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. When you think about the depth of the love of God in the initial verses of chapter 2 of Ephesians, Paul is referring to it. അതിൻ്റെ 2 വാക്യങ്ങൾ നോക്കുക. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ച് എന്ന് പറഞ്ഞു പോവുകയാണ്.
In verse 2, verses 1, he is telling that you who were dead in your trespasses and sins, in which you were formerly, from that place, he is bringing you out. God is pulling you out from that far, from that deep pit, is what we get from verse 1 and 2. നമ്മളെ കാണുന്നത് ദൈവത്തിൽ നിന്ന്, വലിയവനായ ദൈവത്തിൽ നിന്ന് അകലേക്ക് താഴേക്ക് വീണുപോയ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച് അങ്ങനെ താഴേക്ക് പോയ അവരെ താഴെ നിന്ന് ഉയർപ്പിച്ചു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആ ദൈവസ്നേഹം, അവരെ തേടിപ്പോയ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ വിവരിക്കാനാണ് താൻ അവിടെ ശ്രമിച്ച് പരാജയപ്പെടുന്നത്. Paul is again trying to explain the depth of God's love. We see that by where he is telling that you who were dead in your trespasses, you fell down so deeply, and we see the love of God which went down and pulled you up through these two verses, and still he is finding it difficult to explain how deep the love of God is. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം മാനവരാശിയെ തേടി താഴെ ചെന്നിട്ട് അവിടെ നിന്ന് അവരെ ഉയർത്തി. ഇതാ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ആ ദൈവസ്നേഹം നമ്മളെ കൊണ്ടുവന്നെത്തിച്ച ഉയരത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. And in verse 7, we who have fallen so deep into the pit, from there God raised us up, shows the depth of it. And after having raised us up from that depth, through verse 7, Paul is trying to explain the height of God's love, where he is telling God has raised us up and made us to sit along with him in the heavenlies. പ്രിയപ്പെട്ടവര്, നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും അറിയണമെന്ന് പൗലോസ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തന്നെ എടുത്ത് നമ്മൾ അതിനൊന്ന് ശ്രമിക്കുകയായിരുന്നു. Dear ones, when Paul was exhorting us to understand the love of God in terms of the height and the length and the breadth, we were just attempting to do that in the literal sense through these verses. നമുക്കിതിൽ നിന്നല്ല മനസ്സിലായത്, നമുക്കിത് വേണ്ട വിധം ഉൾക്കൊള്ളാനോ ഈ പരിജ്ഞാനത്തെ കവിയുന്ന ഇതിൻ്റെ ആഴത്തെ മനസ്സിലാക്കാനോ വേണ്ടതുപോലെ കഴിയില്ല എന്ന് തന്നെയാണ്. So through all these discussion that we had, we can come to this conclusion that as a normal person, we are incapable of understanding the love of God. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാവുന്നിടത്തോളം ഈ ദൈവസ്നേഹത്തെ നമ്മൾ ഉൾക്കൊള്ളണം. കാരണം ദൈവത്തിൻ്റെ അസ്തിത്വം തന്നെ അത് സ്നേഹമാണ്. But in our daily life, to the measure that we can, we must understand the love of God, because the existence of God itself is love. അതുകൊണ്ട് തന്നെ ഈ ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഒക്കെ നമുക്ക് പരിചിതമായ മറ്റ് ചില വാക്യങ്ങളും ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് വളരെ വേഗത്തിൽ ഞാനൊന്ന് പറഞ്ഞു പോകാൻ എനിക്കൊരാഗ്രഹമുണ്ട്. I have a desire to try to explain through different verses also the length and the breadth and the love of God from the scriptures. ദൈവസ്നേഹത്തിൻ്റെ നീളം, അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്ന നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമുണ്ട്. There is one verse which we are all very familiar, which is explaining the length of the love of God. അത് 1 കൊരിന്ത്യർ 13-ാമത്തെ വാക്യമാണ്. 1 Corinthians chapter 13 verse 8. സ്നേഹത്തിൻ്റെ അധ്യായം എന്ന് പറയുന്ന അങ്ങനെ നമ്മൾ പരിചിതമായ അധ്യായമാണ് 1 കൊരിന്ത്യർ 13. 1 Corinthians 13 is referred to as the chapter of love. ആ സ്നേഹത്തിൻ്റെ അധ്യായത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കണ്ടോ, 13:8 പറയുന്നു, ലവ് നെവർ എൻഡ്സ്. അതിൻ്റെ നീളം തീരുന്നില്ല, അതങ്ങ് തുടരുന്ന ഒരു രേഖ പോലാണ്. ലവ് നെവർ എൻഡ്സ്. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല.
ദൈവസ്നേഹത്തിന് അവസാനമില്ല, തുടരുന്നു. In verse 8, it is referred that love never ends. We see from that verse that the love of God does not have an ending. We see the length, the unending love of God. അതുപോലെ തന്നെ യോഹന്നാൻ 3:16 നമുക്ക് പരിചിതമായ ആ വാക്യം നമ്മളൊന്ന് പഠിക്കുമ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ദൈവസ്നേഹത്തിൻ്റെ വീതിയെ വളരെ ചെറിയ 2 വാക്കുകളിൽ പരാമർശിക്കുന്നുണ്ട്. And I feel when we look at John chapter 3 verse 16, 2 words are referred where the breadth of the love of God is mentioned. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമുക്ക് വളരെ പരിചിതമായ വാക്യം. The God so loved the world that he gave his only begotten Son, that whoever believes in him shall not perish but have eternal life. A verse which is describing the love of God. ഈ ദൈവത്തിൻ്റെ സ്നേഹം എവിടെ വരെയാ ചെന്നിരിക്കുന്നത്? ലോകത്തിൽ മുഴുവൻ അങ്ങനെ ചെല്ലുന്നു. അതുപോലെ ഏവൻ്റെയും അടുക്കലേക്ക് ചെല്ലുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ആ സ്നേഹത്തിൻ്റെ വീതിയെ പരാമർശിക്കുന്ന 2 പ്രയോഗങ്ങളാണ്, ഏവനും എന്നുള്ളതും ലോകത്തെ എന്നുള്ളതും എന്ന് നമ്മൾ ചിന്തിച്ചാലേ മനസ്സിലാക്കാൻ കഴിയും. The 2 words that is referred in this verse, world, which describes who all are being encompassed in this plan of God, and whoever shows the other dimension where God is wanting to save the whole world through Jesus Christ. 2 words which is explaining the breadth of the love of God. നമുക്ക് ലോകത്തിൻ്റെ കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെയുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും എല്ലാത്തരം ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ് ഇവിടെ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്നു. ഏവനെയും ഉൾക്കൊള്ളുന്നതാണ്. The word whosoever in this verse in 1 John 3:16 is referring to all the people who are spread throughout the world from the north till the south. Everybody is encompassed in that. അമേരിക്കയിലുള്ള വെളുത്ത വർഗക്കാരനും വിദ്യാസമ്പന്നനും സംസ്കാര ഉള്ളവനും പരിഷ്കാരിയും ഒക്കെയായ സായിപ്പും ആകാം. അതേപോലെ തന്നെ ആഫ്രിക്കയുടെ കാടുകളിൽ ഇപ്പോഴും നരഭോജികളായിട്ട് കഴിയുന്ന വസ്ത്രം പോലും ധരിക്കാത്ത അപരിഷ്കൃതരായ ആളുകളുമാവാം. ആരായാലും അവരായാലും ഇവരായാലും ഏവനും. This means the people who are living in America, even though they are very cultured, it can also include the people who are in Africa, who are living in the dense forest, who even are not civilized. Everybody is being encompassed, included in the love of God in this verse of 1 John 3:16. അങ്ങ് കിഴക്ക് ജപ്പാന് ആ ഭാഗങ്ങളിലുള്ളവരായാലും ശരി, അങ്ങ് പടിഞ്ഞാറ് അമേരിക്കയുടെയോ ഓസ്ട്രേലിയയോ ആ ഭാഗത്തുള്ളവരായാലും ശരി, അവരെ എല്ലാവരെയും ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ നിലയിലെ വീതിയുള്ള സ്നേഹം യോഹന്നാൻ 3:16 പറയുന്നു, ലോകത്തെ സ്നേഹിച്ചു. When it is mentioned that God loved the world, it is bringing together, it is including all the people, be it people in the Japan or in Australia, wherever they are spread out in the world, God is including everybody, and to everyone that love of God is being poured out. ഫിലിപ്പിയർ 2:8 നമുക്ക് പരിചിതമായ വാക്യമാണ്. അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ വിവരിക്കുന്ന വാക്യമാണ്. We are all familiar with Philippians chapter 2 verse 8. It is showing the depth of the love of God. അവിടെ എന്താ കാണുന്നത്? അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം, അങ്ങനെ താണു വന്ന് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം, അത്രത്തോളം താണു വന്നു. ആ സ്നേഹത്തിൻ്റെ ആഴമാണ് ഫിലിപ്പിയർ 2:8 പറയുന്നത്.
The depth of the love of God is expressed in verse 8, which is showing us that even though he was God, he did not hold on to that form of God. He humbled himself till the point of cross. That is giving us a picture, a glimpse of the depth to which God came down, the depth of God's love. 1 യോഹന്നാൻ 3 ആദ്യത്തെ 1-2 വാക്യങ്ങൾ നോക്കുക. ദൈവസ്നേഹത്തിന്റെ ഉയരത്തെക്കുറിച്ച് അവിടെ യോഹന്നാൻ ഒന്ന് പരാമർശിച്ചു പോകുന്നുണ്ട്. 1 John chapter 3 verses 1 and 2, we can see the height of the love of God, where John is telling about the love of God. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അതിൻ്റെ ഉയരം. അത് കർത്താവ് രണ്ടാമത് വരുന്ന ആ സ്വർഗോന്നതങ്ങളെക്കുറിച്ച് തന്നെയാണ് അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്. ചുരുക്കത്തിൽ അതിൻ്റെ ഉയരത്തെക്കുറിച്ചാണ്. എത്ര വലിയ സ്നേഹം എന്ന് പറഞ്ഞ് ഉയരങ്ങളിലേക്ക് യോഹന്നാൻ നോക്കുന്ന പോലെയാണ് നമ്മളത് കാണുന്നത്. എന്നിട്ട് നമ്മളോട് പറയുന്നു, നിങ്ങളും അത് കാൺമീൻ എന്ന് പറയുന്നു. John is looking up into the heavenlies when he is telling, see how great a love the Father has bestowed to us. John is looking up to that heavenly places and telling, this is the height of the love of God. And then he is continuing to exhort in verse 2 by telling, beloved, now we are the children of God. He is telling us, you see how high it is and you are the child of God. പ്രിയപ്പെട്ടവരെ, ചുരുക്കത്തിൽ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നിന്നാണെങ്കിലും അല്ലാതെ ക്രിസ്തീയ ലോകത്ത് പരിചിതമായ പോപ്പുലറായ വാക്യങ്ങൾ എടുത്താണെങ്കിലും ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഒന്ന് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ശ്രമിക്കുകയായിരുന്നു. Dear ones, even though we started with Ephesians 3, we were just trying through the other well-known verses to understand the length and the breadth and the height and the depth of God's love. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം, അതിൻ്റെ ആഴം, നീളം, വീതി, ഉയരം ഇതെല്ലാം ഉൾക്കൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുന്നവരായി നമ്മുടെ പരിമിതിക്കുള്ളിലാണെങ്കിലും ആ നിലയിലായിരിക്കണം എന്ന് പൗലോസ് എഫേസ്യ ലേഖനം 3:19 നമ്മൾ തുടക്കത്തിൽ വായിച്ച വാക്യത്തിൽ നമ്മളോട് പറയുന്നു. Paul is telling us in chapter 3, Ephesians chapter 3 verse 19, even though it is with limitations within your boundaries, he is exhorting us to know the love of Christ which is beyond our knowledge. ദൈവസ്നേഹത്തെ പരാമർശിക്കുന്ന ഒരു വാക്യം സങ്കീർത്തനത്തിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം. 40-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. Let us look another verse which is telling about the love of God from Psalms 40 verse 6. അവിടെ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് നമ്മൾ കാണുന്നു, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. In the middle portion of that verse it is written, my ears you have opened. ഈ നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് എന്തായി പറയുന്നതെന്ന് വേണ്ടതുപോലെ മനസ്സിലാവുകയില്ല. എന്നാൽ ദാവീദിൻ്റെ ഈ സങ്കീർത്തനം കേട്ട ആ കാലഘട്ടത്തിലുള്ളവർക്ക്, ഇസ്രായേൽ മക്കൾക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുമായിരുന്നു. When we listen to this verse, my ears you have opened, we might not fully understand, but David, who wrote this psalm, the people who read it in his time were able to understand what David was trying to convey. നമ്മൾ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് ഉണ്ട്. We'll have to understand this a little more. Let us turn to Exodus chapter 21. 21-ന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ നമ്മൾ നോക്കുക. The first 6 verses. അവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കളുടെ കാലഘട്ടത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ്, ഒരു വ്യവസ്ഥിതിയെക്കുറിച്ചാണ്, ഒരു പെരുമാറ്റ രീതിയെക്കുറിച്ചാണ്. In these 6 verses, we will get a picture of one system that was prevailing among the people of Israel during those times.
അതിൻ്റെ ആറാമത്തെ വാക്യത്തിലാണ് ചെവി കുത്തി തുളയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. In verse 6, we have the place where piercing of the ear is mentioned and picturized. അതാണ് ഈ 40-ാമത്തെ നമ്മൾ പറഞ്ഞ സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ദാവീദ് എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത് ചെവികളെ തുളയ്ക്കുക എന്ന അവിടെ കാണുന്ന ആ പ്രയോഗമാണ്. That picture which we got in Exodus is what David is referring in Psalms 40 verse 6, my ears you have opened. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളതെന്നുള്ളതിൻ്റെ ഒരു ചുരുക്കം നമ്മൾക്ക് വാക്യങ്ങൾ വായിക്കാതെ തന്നെ നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. Without reading the verses of Exodus, I will try and explain what is the essence of what is happening there. യഹൂദന്മാരുടെ നാട്ടിൽ അവര് എല്ലാവരും യഹൂദന്മാരായിരിക്കെ തന്നെ പണമുള്ളവരും പണമില്ലാത്തവരും ഉണ്ടായിരുന്നു, ധനവാന്മാരും ദരിദ്രന്മാരും ഉണ്ടായിരുന്നു. Among the people of Israel, there were people who were very rich and who were not very rich. അതിൽ വളരെ ദരിദ്രനായ ഒരു എബ്രായ ദാസനെ, ഒരു യഹൂദനെ ധനവാനായ ഒരു യഹൂദൻ അടിമയായി വാങ്ങി എന്നിരിക്കട്ടെ. Let us think of an instance where a Hebrew who was not very well to do is being appointed as a slave by a rich Hebrew. ആ വലിയ ധനവാനായ യഹൂദൻ ഈ ദരിദ്രനായ ആ യഹൂദനെ അവൻ തനിക്ക് കടപ്പെട്ട പണത്തിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റോ ആവാം അവനെ അടിമയായിട്ട് വിലയ്ക്ക് വാങ്ങുന്നു. Maybe depending on the quantum of debt that the poor man owes to the rich man, the poor man is being bought as a slave to the rich Jew. അങ്ങനെ അവനെ ആ ഒരു എബ്രായദാസിനെ വിലയ്ക്ക് വാങ്ങിയാൽ അവനെ 6 വർഷം മാത്രമേ ആ വീട്ടിൽ അടിമയായിട്ട് വേല ചെയ്യിക്കാൻ അനുവാദമുള്ളൂ. 7-ാമത്തെ വർഷം ആ വിമോചന വർഷത്തിൽ അവനെ സ്വതന്ത്രനായിട്ട് വിട്ടയക്കണം. ഇതാണ് നിയമം. The law that prevailed among the Hebrew people was that if a poor Hebrew man was being purchased as a slave for the repayment of his debt, the maximum period that the rich Hebrew could hold on to this person as a slave was only for 6 years, and in the 7th year he should allow him to go free. The slave must be allowed to go as a free man. അപ്പോൾ 6 വർഷം കഴിഞ്ഞ് 7-ാം വർഷം അവൻ്റെ വിമോചന വർഷമാണ്. ഇനി അവനെ അടിമയായി വെക്കാനൊക്കെയില്ല. The 7th year of that slave is the year of his freedom. Beyond that time, the rich man cannot hold him as a slave. എന്നാൽ ഈ 6 വർഷം ഈ യജമാനൻ്റെ കൂടെ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഈ യജമാനൻ ഈ ദാസന് ഒരു ഭാര്യയെ കൊടുത്തു, ഒരു പെൺകുട്ടിയെ കൊടുത്തു. അവളിൽ അവന് പുത്രിപുത്രന്മാരുണ്ടാകുകയൊക്കെ ചെയ്തു എന്നിരിക്കട്ടെ. Let us also consider the situation where during this 6 years of period where he is the slave of the rich man is giving a woman to this slave, and through the slave and his wife they are having boys or girls as children during this period. പ്രിയപ്പെട്ടവരെ, പറഞ്ഞത് മനസ്സിലായോ? ഒരു അടിമയായിട്ടാണ് അവൻ ആ വീട്ടിൽ ചെന്നത്. പക്ഷേ ഈ യജമാനൻ അവനോടുള്ള കാരുണ്യം മൂലം മറ്റൊരു പെൺകുട്ടിയെ, ഒരു എബ്രായ പെൺകുട്ടിയെ അവന് ഭാര്യയായിട്ട് കൊടുത്തു. അവന് ഭാര്യയും ആ വീട്ടിലെ ജോലി ചെയ്ത് 2 പേരും അടിമകളെ പോലെ ജീവിച്ചു. പക്ഷെ ആ ജീവിതത്തിനിടയിൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുകയും ചെയ്തു. The rich man who has appointed this slave in his house during this 6th period, out of his goodness gave the slave a partner, and both the husband and the wife are working as slaves in the rich man's house, and during this period they are being given children
God is giving them children during this 6 years of period of time. അപ്പോൾ ഈ അടിമയായ ദാസൻ അവിടെ ഒരു വിധത്തിൽ നല്ല സുഖമായിട്ടാണ് കഴിയുന്ന. അവന് ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയും കുഞ്ഞുങ്ങളോടും ഒപ്പം അതേ വീട്ടിൽ കഴിയുന്നു, അവരൊന്നിച്ചായിരിക്കുന്നു. അടിമയാണെന്ന് അവൻ ചിന്തിക്കുന്നതേ ഇല്ല, സന്തോഷമായിട്ട് അവൻ ജീവിച്ചു പോകുന്നു. This slave is living in that rich man's house very happily. His wife is there, his children is there, and he is not even having a feeling that he is a slave. They are happily living during those 6 years of period. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ ഇടുത്തി പോലൊരു വാർത്ത, 7-ാം വർഷത്തിൽ നിന്നെ എനിക്ക് സ്വതന്ത്രനായിട്ട് വിട്ടാലേ ഒക്കുള്ളൂ, നീ പൊക്കോ, പക്ഷെ നിനക്ക് ഞാൻ തന്ന ആ പെൺകുട്ടിയെയും അവളിലുണ്ടായ കുട്ടികളെയും തന്നുവിടാൻ നിയമം അനുവദിക്കുന്നില്ല, അവരിവിടെ ആയിരിക്കും, നിനക്ക് തന്നെ പുറത്തു പോകാം. യജമാനൻ ഈ ദാസനെ 7-ാം വർഷത്തെ വിളിച്ച് അങ്ങനെയാ പറയുന്നത്. During this good phase of the time of the slave, suddenly like a thunderstorm, the rich man is calling and telling the slave, as per the law, in the 7th year I have to let you go, but your wife and your children, they will be with me. That is the system that is prevailing, and he is standing in front of a shock. അപ്പോൾ ഈ ദാസൻ പറയും, അയ്യോ, ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഇവിടെ ഇട്ടേച്ച് ഞാൻ തന്നെ സ്വതന്ത്രനായിട്ട് എന്തിനാ പുറത്തു പോകുന്നു? So the slave man is telling, why should I go out of this house during the 7th period of freedom, leaving my family over here with you? Why should I do it? അവന് യജമാനോട് ചോദിക്കുക, യജമാനെ എൻ്റെ ഭാര്യയും കുട്ടികളെയും കൂടി തരാമോ, ഞങ്ങൾ ഒന്നിച്ചങ്ങ് പൊക്കോളാം. He is asking the rich master, can you give my wife and my children? I will go away very peacefully from here. അപ്പോൾ യജമാനൻ പറയുന്നു, അതിന് നിയമമില്ല, നിയമം അത് അനുവദിക്കുന്നില്ല. നീ തന്നെ വന്നു, നീ തന്നെ പോണം. നിനക്ക് ഭാര്യയെ തന്നത് ഇവിടെ നിന്നാ തന്നത്, ആ ഭാര്യയും കുട്ടികളും ഇവിടെ ഉണ്ടായവരാണ്, അവരിവിടെ തന്നെ നിൽക്കണം, ഇതാണ് നിയമം, നിനക്ക് തന്നെ പോകാനേ പറ്റുകയുള്ളൂ എന്ന് യജമാനൻ പറയുന്നു. The response of the rich man would be, there is no provision in the law to give your wife and to your children. You came in as a slave and you alone can go out of the house as a free man. The wife and the children, they were given to you in my house, so they will continue to stay in my premises. അപ്പോൾ ഇവനൊരു ധർമ്മസങ്കടത്തിലായി. So suddenly the slave becomes totally confused and he is in the middle of a difficult decision. അവൻ വിചാരിച്ചു, എനിക്ക് ഇനി അടിമയായിട്ട് നിൽക്കേണ്ട, സ്വതന്ത്രനായിട്ട് പോകാം, അത് കൊള്ളാം. പക്ഷെ ഭാര്യയും കുഞ്ഞുങ്ങളും ഇവിടെയാ, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് സ്വതന്ത്രനായിട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? എനിക്കെൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ഒപ്പം ജീവിക്കണം. So the slave will think to himself like this, what will I do going out as a free man, leaving my family and my children? This will be the question that he will be thinking in his mind. അപ്പോൾ അവനും വന്ന് യജമാനോട് ചോദിക്കുന്നു, യജമാനെ, എനിക്ക് ഈ സ്വാതന്ത്ര്യം വേണ്ട, എനിക്ക് ഈ സ്വാതന്ത്ര്യം വേണ്ട, ഞാൻ എൻ്റെ ഈ ഭാര്യയും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, ഇവരെ തന്ന യജമാനോടും എനിക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ട് ഈ വീട്ടിൽ തന്നെ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം വേണ്ടെന്ന് വെച്ച് കഴിയാൻ വല്ല വകുപ്പും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. So the slave is coming to the rich man and telling, dear rich master, I don't want my freedom in the 7th year. Is there any provision in the law where I can be with you and with my wife and my children? I don't want my freedom. Is there any provision like that? അപ്പോൾ ഇത് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ഒരുവൻ അവൻ്റെ സ്വാതന്ത്ര്യം വേണ്ടെന്ന് വെച്ചാൽ അവനെ ചെയ്യേണ്ട കാര്യങ്ങളാണ് 6-ാമത്തെ വാക്യത്തിൽ 21:6 പറയുന്നത്. Exodus chapter 21 verse 6, to a slave what he has to do in such a situation is what we read in verse 6. അതിൻ്റെ 5 മുതൽ, എൻ്റെ ഭാര്യയും മക്കളെയും ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോവുകയില്ല എന്നവൻ തീർത്ത് പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കതകിൻ്റെയോ കട്ടിളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തിത്തുളയ്ക്കണം, പിന്നെ അവൻ എന്നേക്കും ജീവിതകാലം മുഴുവൻ അവന് ദാസനായിരിക്കണം.
verse 5 onwards. But if the slave plainly says, I love my master, my wife, and my children, I will not go out as a free man, then his master shall bring him to God. Then he shall bring him to the door or to the doorpost, and his master shall pierce his ear with an awl, and he shall serve him permanently. ഈ ദാസൻ അവൻ്റെ സ്വാതന്ത്ര്യം വേണ്ടെന്ന് വെച്ചതിനും അവൻ ഇനി മുതൽ എന്നും ആ വീട്ടിൽ ദാസനായി ഇരിക്കുമെന്നുള്ളതിനും ഉള്ള അടയാളമാണ് കാത് കുത്തി തുളയ്ക്കപ്പെട്ടത്. The ear being pierced is a symbol, is a proof that the slave has told that he does not want freedom on the 7th year, and he will permanently remain in the house of the master as a slave. The proof of he giving up that freedom is the piercing of the ear. ഇവിടെ ഇതാ 40-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ദൈവത്തെക്കുറിച്ച് തന്നെയാണ്. In Psalms 40, when David is telling, my ears you have opened, who is doing the piercing over there? It is God himself who's doing it. പ്രിയപ്പെട്ടവരെ, അതായത് ദൈവം നോക്കുക, എന്താ നമ്മൾ പറഞ്ഞു വരുന്നത്? ഒറ്റ വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചാൽ എന്തോ ദൈവദൂഷണമാണെന്ന് തോന്നത്തക്കവണ്ണം വലിയ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ദയവായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണേ. ഇവിടെ എന്താ പറയുന്നത്? ദൈവം അവിടുന്ന് ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കാര്യത്തെ ദൈവത്തോട് ചേർത്ത് കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുകയാണ് 40-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ. Dear ones, for a minute you can think that we are thinking blasphemous things, but don't think like that. Stay with me. Verse 40, verse 6 is telling, burnt offerings and sin offerings you have not required, and along with standing with God, David is telling, my ears you have opened, or you have pierced in one sense. ഈ ഭാഗം ദൈവത്തിൽ ഉള്ള 3 ആളത്വങ്ങളിൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശം എന്താണ് എന്ന് വിവരിക്കാൻ ഈ 40-ാം സങ്കീർത്തനത്തിലെ ഇതേ ഭാഗം പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ എടുത്തുദ്ധരിച്ചിരിക്കുന്ന ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. To understand who among the Trinity is doing this, we can understand it from one reference in Hebrews from the New Testament. എബ്രായർ 10-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള 5, 6, 7 വാക്യങ്ങൾ നോക്കുക. Hebrews chapter 10 verses 5, 6, 7. അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ കർത്താവ് ലോകത്തിൽ വന്നതിനെക്കുറിച്ച് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ ഈ 40-ാം സങ്കീർത്തനത്തിൻ്റെ ആ ഭാഗം, അന്യയാകും വഴിപാട് നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പുത്രൻ തമ്പുരാൻ പറയുന്നു, അവൻ പറയുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ കുറിച്ചുള്ള ഒരു ഉദ്ധരണിയായിട്ട് ഇവിടെ ഇതാ എബ്രായ ലേഖനം 10 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. In Hebrews chapter 10, referring to the Lord Jesus Christ, in verse 5 it is written, when he comes into the world. Who comes into the world? The Lord Jesus Christ comes into the world. This Psalms of 40 is being re-quoted over here in the context of Jesus himself telling these verses. അവിടെ കർത്താവ് പറയുന്നത്, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു, കാതിനെ തുളച്ചിരിക്കുന്നു എന്നുള്ളത് അത്രയും വ്യത്യാസം ഇവിടെ എടുത്തുദ്ധരിച്ചപ്പോൾ വരുത്തി. ശരീരം എനിക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് കാതിനെ തുളയ്ക്കുക എന്നുള്ളത് അങ്ങനെയാക്കി, ബാക്കിയെല്ലാം ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് യേശു അവൻ പറയുന്നു എന്ന് പറഞ്ഞ്
ഇത് കർത്താവാണ് ആ കാത് തുളയ്ക്കപ്പെട്ട ദാസൻ എന്നുള്ള നിലയിൽ ഇവിടെ ഇതാ എബ്രായ ലേഖനകാരൻ വ്യക്തമാക്കിയിരിക്കും. In Hebrews, if you will compare the Psalms 40 and the reference that is mentioned in Hebrews chapter 10, only the change that we notice is over there the ear is being pierced, but here in verse 5 it is mentioned, but a body you have prepared for me. And in the context of Jesus himself is telling to the Father, this whole passage is being re-quoted over here. Sacrifice and offering you have not desired. And Jesus is going on to tell, but a body you have prepared for me. അപ്പോൾ നോക്കുക, എനിക്കെൻ്റെ സ്വാതന്ത്ര്യം വേണ്ട. ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് എനിക്കെൻ്റെ സ്വാതന്ത്ര്യം വേണ്ട. അതിൻ്റെ തെളിവായിട്ട് എൻ്റെ കാത് തുളയ്ക്കപ്പെടട്ടെ, അല്ലെങ്കിൽ എൻ്റെ ശരീരം തുളയ്ക്കപ്പെടട്ടെ എന്ന് പുത്രൻ തമ്പുരാൻ പറഞ്ഞ പോലെയാണ് ഈ വാക്യത്തെ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. The Hebrews writer is in one sense echoing the slave's word, which is telling, I want my wife and I want my children, I don't want my freedom. In that same sense, Jesus himself is telling these words unto the Father. നമ്മൾ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ മുമ്പേ പറഞ്ഞെടുത്ത് നമ്മൾ കാണുന്നുണ്ട്. അവൻ എന്ത് ചെയ്തു? അവനൊരു ദാസരൂപം എടുത്തു, അടിമയുടെ രൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം. ആ നിലയിൽ ആ വന്ന ആ ദാസൻ, ആ കർത്താവ്, അവിടുന്ന് അത് എന്തിനു വേണ്ടിയാ ചെയ്തത്? നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്. In Ephesians we saw that it was Jesus who gave up everything and he offered up everything. All that words that Jesus has done of giving up his freedom, all that he did was to redeem us. ഫിലിപ്പിയർ 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളാണ് നമുക്കറിയാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, അടിമയുടെ വേഷം എടുത്തു, എന്നിട്ട് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ആ ക്രൂശിലെ മരണത്തിൽ താൻ അനുഭവിച്ച, ശരീരത്തിൽ അനുഭവിച്ച ആ മുറിവുകളുമൊക്കെ ഇവിടെ ഇതാ ദാസന്റെ കാത് കുത്തിത്തുളയ്ക്കപ്പെട്ടതുമായിട്ട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പിയർ 2:5 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. In Philippians chapter 2 verses 5 onwards, have this attitude of Christ Jesus. Even though he existed in the form of God, he did not consider it equal. He did not regard equality with God. And then later on it is telling he emptied himself. And later on he is telling that he became obedient to the point, even the death on a cross. So Jesus being nailed on the cross is compared to the ear being pierced by the Hebrew writer. പ്രിയപ്പെട്ടവരെ, ആ 7-ാം വർഷത്തിൽ ഈ ദാസന് ആ വീട്ടിൽ നിന്ന് സ്വതന്ത്രനായിട്ട് പോകാമായിരുന്നു. പക്ഷെ തൻ്റെ സ്വാതന്ത്ര്യം വേണ്ടെന്ന് വയ്ക്കാൻ അവൻ പറയുന്ന കാരണം എന്താ? ഞാൻ യജമാനനെ നിന്നെ സ്നേഹിക്കുന്നു, നീ എനിക്ക് തന്ന എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, അതിലുള്ള കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകയില്ല. The slave, even though when he comes to the 7th year, he has freedom in front of him, he is still telling to the master, dear master, I love you, I love my wife, I love my children, and I want to be with them. That is his attitude. He is willing to let go of his freedom. പ്രിയപ്പെട്ടവരെ, നമ്മളെ മാനവരാശിയെ നേടാൻ പിതാവ് പുത്രൻ തമ്പുരാനെ ഈ ഭൂമിയിലേക്ക് ദാസനായിട്ട് അയച്ചു. Dear ones, to save mankind, God the Father sent Jesus Christ as a slave. അവിടെ അവനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കർത്താവിന് ആ കാര്യങ്ങൾ പൂർത്തിയാക്കി സ്വതന്ത്രനായിട്ട് പഴയതുപോലെ ആ ദൈവത്വത്തിലേക്ക് 100% ദൈവത്വത്തിലേക്ക് മടങ്ങിപ്പോകാമായിരുന്നു. After having accomplished the salvation of mankind, Jesus could have gone back to the
eternal place in the same way that he was before. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കുക, നമുക്കറിയാം തൃത്വത്തില് 3 ആളത്വങ്ങളാണ് ഉള്ളത്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. We know in Trinity there are 3 persons: Father, Son and the Holy Spirit. ഇതില് പിതാവും പുത്രനും പൂർണ്ണ ദൈവമാണ്. In this, both Father and Son are equally God. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പൂർണ്ണ ദൈവങ്ങളാണ്. Father, Son and the Holy Spirit are all 3 equally God. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത്, നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വേദപണ്ഡിതന്മാര് ഇപ്പോൾ പറയുന്നത് എന്താ? അവിടുന്ന് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. But the Bible scholars and we also speak about Jesus in this manner, that even though Jesus was fully God, he was fully human also. നോക്കുക, കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്ന് മാനവരാശിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് ആ രക്ഷണ്യ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ട് തൻ്റെ മനുഷ്യത്വം ഇവിടെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പൂർണ്ണ ദൈവത്വത്തിലേക്ക് അങ്ങ് മടങ്ങിപ്പോയാൽ മതിയായിരുന്നല്ലോ. Jesus, having come down into this world, after having fulfilled the salvation of mankind, he could have shed away his mankind and he could have gone back to eternity and be as God. He could have done that. പ്രിയപ്പെട്ടവരെ, ഈ നിലയിലല്ല നമ്മൾ ആ കാര്യത്തെ കാണുന്നത്. എന്താ കാണുന്നത്? അവിടുന്ന് ആ രക്ഷണ്യ പ്രവൃത്തി പൂർത്തിയാക്കിയതിന് ശേഷം വരാൻ പോകുന്ന നിത്യതയിലും എല്ലാം അവിടുന്ന് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കുന്നു. But he, in the time of eternity that is to come, we know that he will be both God and he will be both human into eternity. അതിനെന്താ ആ ദാസൻ പറയുന്ന കാരണം? ഞാൻ എൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോവുകയില്ല എന്ന് പറഞ്ഞാൽ നിത്യകാലം പിന്നെ അവൻ ദാസനായി തുടരണം എന്ന് പറയുന്ന ആ വാക്യത്തെയൊക്കെ ഇതുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും നമുക്കെന്തോ മനസ്സിലായിട്ടുണ്ട് സത്യത്തിൽ. If you will compare the glorious thing that Jesus did of not letting going his humanness, you will compare it with the words that the slave told. To what extent have we understood the love of God, the breadth of God, the length of the love of God? To what extent have we understood it? പ്രിയപ്പെട്ടവരെ, നോക്കുക, കർത്താവായ യേശു ക്രിസ്തു അതിന് കൊടുക്കുന്ന കാരണമെന്താ? ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, എൻ്റെ മണവാട്ടിയെ സ്നേഹിക്കുന്നു, എൻ്റെ കാന്തയെ സ്നേഹിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ പോവുകയില്ല. And like the slave's words, what is the reason that Jesus is giving for not letting go of his humanness? I love my wife, I love the church, I love the children. That is the words of Jesus for not letting going of his mankindness. നോക്കുക പ്രിയപ്പെട്ടവരെ, ഈ നിലയിലുള്ള ദൈവസ്നേഹം അവിടുന്ന് കേവലം ഒരു രക്ഷണ്യ പ്രവൃത്തി പൂർത്തിയാക്കി നമ്മളെ എങ്ങനെങ്കിലും അങ്ങ് സ്വർഗത്തേക്ക് കൊണ്ടുപോകുക, അങ്ങനെ ഒരു മിനിമം കോമൺ പ്രോഗ്രാം അല്ല അവിടുന്ന് ചെയ്തത്. When Jesus was doing this, he was not doing a minimum program to execute the salvation of us as mankind. മറിച്ച് അവിടുന്ന് കണ്ടോ, നമ്മളെ കേവലം സ്വർഗത്തിൽ കൊണ്ടുപോവുക മാത്രമല്ല, നമ്മെ അവിടുത്തെ നിത്യകാലം, നമ്മെ അവിടുത്തെ മണവാട്ടിയാക്കി അവിടുന്ന് ആ നിലയിൽ സ്വീകരിക്കുന്നു. He is taking us into his eternity and he is making us to be part of his wife. ഇവിടെ ഭൂമിയിൽ വെച്ച് തൻ്റെ ശരീരത്തിലേറ്റ ആ നഖക്ഷതങ്ങൾ, ആ ആണിയുടെ പാടുകൾ, മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലും
അവിടുത്തേക്കുണ്ട്. അവിടുന്ന് അത് തോമസിനെ കാണിക്കുന്നു. നീ എൻ്റെ ആണിപ്പഴുതുകൾ കാണുക, അതിൽ വിരലിടുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യത്വത്തിലേറ്റ ആ കാര്യത്തെ ആ ദൈവത്വത്തിലേക്ക്. What brother was telling was, when we will compare the wounds that Jesus had in his body, those wounds are an indication when he rose up from the grave. Even in that resurrected body, the wounds of his hands were still there. He was showing it to Thomas. That is showing that he has not let go of his manness, human mankindness. Our loving Lord Jesus Christ, we really thank you. You have loved us so much. We are so incapable of understanding how much you have loved us through different words, through different pictures. You are trying to picturize it into all of our lives. We praise you, we thank you. It is your love, it is your mercy that you are allowing all of us to listen to it. We pray that you will give us all a humble heart and do your eternal work in us. Please bless the meeting that is again going to happen. In Jesus' name we pray. Amen.